ചിരി വന്നെങ്കിലും ഗൗരി അത് പ്രകടിപ്പിക്കാതെ ഗൗരവത്തിൽ തന്നെ നിന്നു. ഗൗരിക്കുട്ടി, അവനവളെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് വിളിച്ചതും ഗൗരി മിണ്ടാതെ നിന്നു. സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇനി ആവർത്തിക്കില്ല. അവളുടെ ചുമലിൽ മുഖമമർത്തി വെച്ചുകൊണ്ട് അർജുൻ പറഞ്ഞപ്പോൾ ഗൗരി അവനെ രൂക്ഷമായി തിരിഞ്ഞു നോക്കി. ചിലതൊന്നും പറയാൻ പാടില്ല അർജുൻ. ഗുളികൻ നിൽക്കുന്ന നേരത്ത് പറയുന്നതൊക്കെ ദോഷമാണെന്ന് പണ്ട് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നുമില്ല പെണ്ണെ, നീ അത് വിട്ടേ. നല്ല നിമിഷങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാതെ. അർജുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഗൗരി അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. ഇന്ന് ആരോഗ്യമുണ്ടോ എൻ്റെ പെണ്ണിന്? വീണ്ടും ഒരിക്കൽ കൂടി എന്നെ സഹിക്കാൻ. അവനത് പറയുമ്പോൾ അവൾ ആകെ ചുവന്നുപോയി. അർജുൻ അവളെയും കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. മുല്ലവള്ളിപ്പൂവ് വിരിച്ച് അവിടെ ആകെ സൗരഭം പടർത്തിയപ്പോൾ അർജുൻ അവൻ്റെ പെണ്ണിൽ പടർന്നു കയറുകയായിരുന്നു. പിറ്റേന്ന് ധനനും ദേവിയും മേലടത്തേക്ക് തിരിച്ചുപോയി. ശനിയും ഞായറും ആയതുകൊണ്ട് ലീവ് എടുത്ത് 4 പേരും കൂടി ഒരാഴ്ച കണക്കാക്കി കറങ്ങാൻ പോയി. ദേവിയുടെ ആഗ്രഹപ്രകാരം നോർത്ത് ഇന്ത്യയിലേക്കാണ് പോയത്. അവിടെയൊക്കെ കറങ്ങിയിട്ട് നേരെ കുളു മണാലിയിലേക്ക് വെച്ചുപിടിച്ചു. മനോഹരമായ ഓരോ നിമിഷങ്ങളും അർജുൻ തൻ്റെ ക്യാമറയിൽ പകർത്തിയിരുന്നു. ഗൗരിക്ക് ചെറിയ പനിക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഫ്ലൈറ്റിലാണ് തിരിച്ചു വന്നത്. ആര്യൻ നാട്ടിലില്ലെന്നുള്ളത് ധനൻ ആശ്വാസവും ആശങ്കയും നൽകിയിരുന്നു. പാമ്പിനെ പോലെയാണ്, പതുങ്ങിയിരുന്ന് കൊത്തുന്നതാണ് അവൻ്റെ ലക്ഷ്യം. മാഷിന് ഒരു നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് ധനൻ. കൂടെ ദേവിയും ഉണ്ടായിരുന്നു. ചെറിയ ബ്ലോക്ക് ഉണ്ടെന്നും ECGയിൽ വേരിയേഷനും ഉണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യാൻ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതറിഞ്ഞു വന്നതാണ് ഗൗരിയും അർജുനും അംബികയും. കാർത്തികയെ അറിഞ്ഞെങ്കിലും അയാൾ അവിടെ കിടന്ന് ചാകട്ടെ എന്നായിരുന്നു മറുപടി. റൂമിൻ്റെ ഡോറ് തുറന്നകത്തേക്ക് വന്നപ്പോൾ മാഷ് ബെഡിൽ ചാരിയിരിക്കുകയായിരുന്നു. അംബിക വേദനയോടെ നോക്കി. ചതിയിൽ പെട്ടുപോയ മനുഷ്യൻ. മുഖമാകെ കരുവാളിച്ചു പോയി. ഉറക്കക്ഷീണം കൊണ്ട് മുഖമാകെ വീങ്ങിയിട്ടുണ്ട്. ദേവി ആപ്പിൾ അരിഞ്ഞു കൊടുക്കുകയാണ്. ചോറുമായാണ് ഗൗരി വന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ വരണ്ട ദേവി. അച്ഛനെ നോക്കാൻ ഇവിടെ നിൽക്കണ്ടേ? അതേ അർജുനേട്ടാ, ചേച്ചിക്ക് എക്സാം എടുത്തതുകൊണ്ട് സ്കൂളിൽ ലീവ് കൊടുക്കില്ല. ഞാനും ഇവിടെ നിൽക്കാം, അംബിക പറഞ്ഞപ്പോൾ ദേവി അംബികയെ നോക്കി കണ്ണുരുട്ടി. വയ്യാത്ത കാലം വെച്ചോണ്ട് അപ്പച്ചി മര്യാദയ്ക്കിരുന്നേ, ഞാനിവിടെ നിന്നോളാം, ദേവി ഗൗരവത്തോടെ പറഞ്ഞു. അതാണ് ഞാനും പറയണേ, അർജുൻ പറഞ്ഞപ്പോൾ അംബിക മാഷിനെ നോക്കി. വേദന നിറഞ്ഞ മുഖം, കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. നീ ഏതടാ കൊച്ചേ? ഞാൻ ആരും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ലക്ഷ്യവും നിങ്ങളുടെ ലക്ഷ്യവും ഒന്നാണ്, അർജുൻ. അവൻ ഗൂഢമായി പറഞ്ഞപ്പോൾ മറ്റുള്ള 3 പേർ തിളങ്ങുന്ന കണ്ണുകളോടെ അവനെ നോക്കി. പക്ഷേ അവൻ്റെ ഭാര്യ ഗൗരി, അവളെ എനിക്ക് വേണം, എൻ്റെ ഈ കാൽ കീഴിൽ. അത് പറ്റില്ല. അവനൊരു അവകാശിയും ഉണ്ടാകാൻ പാടില്ല. എങ്കിലേ ഞങ്ങളുടെ ലക്ഷ്യം പോലെ സകല സ്വത്തുക്കളും കൈക്കലാക്കാൻ സാധിക്കൂ. ഗൗരി ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിന് തടസ്സമാകില്ല. അവളെയും കൊണ്ട് ഞാൻ പോകും. പിന്നെയുള്ളത് അർജുൻ, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഉടമ്പടി ഒപ്പുവെക്കും പോലെ അവർ 4 പേരും പരസ്പരം കൈകോർത്തു. വലിയ ഓളങ്ങളല്ല വരാൻ പോകുന്നത്, സംഹാര രുദ്രമായ തിരമാലകളാണെന്നറിയാതെ ഗൗരിയും അർജുനും അവരുടെ പ്രണയലോകത്തായിരുന്നു. പക്ഷേ അവർക്ക് കാവലായി ധനഞ്ജയൻ അവൻ്റെ ഗാന്ധിയവുമായി കുരുക്ഷേത്ര ഭൂമിയിൽ കാത്തുനിന്നു. മാഷിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത് മേലേടത്തേക്കായിരുന്നു. വിശ്വനാഥനും വസുന്ധരയും മാഷിനെ നിർബന്ധിച്ച് കൂടെ കൂട്ടുകയായിരുന്നു. മാഷ് പതുക്കെ പഴയതുപോലെ ആയപ്പോൾ ദേവി ഓഫീസിൽ പോയി തുടങ്ങി. അന്നത്തെ ആ പ്രൊജക്റ്റ് കിട്ടിയതിൻ്റെ തിരക്കിലായിരുന്നു അർജുൻ. രാത്രി വൈകിയാണ് അവനെന്നും കോവിലകത്തെത്തുന്നത്. ഒരു ദിവസം സ്കൂൾ സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു ഗൗരി. അർജുൻ അവളെ നിർബന്ധിച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അയക്കുന്നുണ്ട്. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി നിൽക്കുകയാണ് അവൾ. ബസ് കാത്തു നിൽക്കുമ്പോൾ തന്നെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി ഗൗരിക്ക്. ബസ് വന്ന് അതിൽ കയറിയിരുന്നപ്പോൾ ഒരു മിന്നായ പോലെ കണ്ടു അവൾ ആര്യനെ. നെഞ്ചിലൊരു വെള്ളിടി വിട്ടി. അവൻ തൻ്റെ പിന്നാലെയുണ്ടെന്നോർക്കെ അവൾക്കാകെ വെപ്രാളം തോന്നി. പരിഭ്രമത്തോടെ വീട്ടിലേക്ക് വന്നവളെ സംശയത്തോടെ നോക്കി അംബിക. എന്താ കുട്ടി, നീ ആകെ പേടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടമ്മേ, ആര്യൻ, അവൻ എൻ്റെ പിന്നാലെയുണ്ട്. അതിനാണോ പേടിക്കണേ? നിന്റെ കൂടെയുള്ളതേ അർജുന, ആര്യനെന്നല്ല ആർക്കും നിന്നെ തൊടാൻ കഴിയില്ല, അംബിക അവളെ സമാധാനിപ്പിച്ചു. കുളി കഴിഞ്ഞ് ദീപം കൊളുത്തി അകത്തേക്ക് വരുമ്പോഴാണ് ചെറിയൊരു തലചുറ്റൽ പോലെ തോന്നിയത്. പിടിച്ച് എങ്ങനെയോ സോഫയിലിരുന്നു. ഗൗരി, എന്തു പറ്റി? തല ചുറ്റുന്നത് പോലെ അവൾ പറഞ്ഞപ്പോൾ അംബിക അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ മാസം പുറത്തായില്ലല്ലോ കുട്ടിയെ. അംബിക അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗരി പെട്ടെന്ന് ഞെട്ടി നോക്കി. അവളുടെ കൈ അറിയാതെ വയറിലേക്ക് താഴ്ന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ പോയി കാർഡ് വാങ്ങിയിട്ട് വരാം, കാറുണ്ടല്ലോ, ഇവിടെ ഇരിക്കൂട്ടോ. അവളെ അവിടെ ആക്കിയിട്ട് ജോലിക്ക് വരുന്ന ചന്ദ്രികയെ ഏൽപ്പിച്ച് അംബിക കാറും എടുത്തു പോയി.
ഗൗരിക്ക് നെഞ്ചിടിപ്പേറി. അരമണിക്കൂറായപ്പോൾ അംബിക തിരിച്ചു വന്നു. സ്ട്രിപ്പ് അവളുടെ കയ്യിൽ കൊടുത്തു. എന്തു തന്നെയായാലും മനസ്സ് കൈവിടരുത് കേട്ടോ, അംബിക അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കണ്ണു നിറച്ച് ഗൗരി വന്ന് അംബികയെ ചുറ്റിപ്പിടിച്ചു. പിന്നെ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ സ്ട്രിപ്പ് കാണിച്ചു കൊടുത്തു. അതിലെ 2 ചുവന്ന വരകൾ കണ്ട് അംബിക സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. പിന്നീട് അർജുനുള്ള കാത്തിരിപ്പായിരുന്നു. 9 മണിയായപ്പോൾ അർജുൻ എത്തി. അർജുൻ ആകെ ക്ഷീണിച്ചായിരുന്നു കയറി വന്നത്. വന്നപാടെ ചായയ്ക്ക് പകരം അംബിക കൊടുത്തത് സേമിയ പായസമായിരുന്നു. ഇതെന്താ ടീച്ചറമ്മേ പായസമൊക്കെ, എന്തെങ്കിലും വിശേഷമുണ്ടോ? അർജുൻ ഒരു വാ കുടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അംബിക നിറഞ്ഞ മനസ്സോടെ അവനെ നോക്കി ചിരിച്ചു. ഉണ്ട്, വലിയൊരു വിശേഷം. ചെല്ല്, ഗൗരി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അംബിക പറഞ്ഞപ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് അർജുൻ മുകളിലേക്ക് പോയി. റൂമിൽ ഇരുട്ടായിരുന്നു. അർജുൻ ലൈറ്റ് ഇട്ടപ്പോൾ റൂമിലാകെ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു. ബെഡിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റിലും റോസാപ്പൂക്കൾ വിതറിയിട്ടുണ്ട്. ഗാർഡനിലെ പൂവ് മൊത്തം പെടിഞ്ഞ് പറിച്ചോ? അർജുൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കി. ആദ്യം ഒരു പേപ്പറായിരുന്നു. ഡാഡി, ഐ നോ വി ഹാവിൻ മെറ്റ് ഇറ്റ്, ബട്ട് ഐ ഓൾറെഡി നോ ഇറ്റ്. ലവ് യു ഡാഡി. അർജുൻ അത് വായിച്ച് സ്തംഭിച്ചു പോയി. പിന്നെ ചെറിയൊരു ബോക്സിലുണ്ടായിരുന്നത് നെഞ്ചിടിപ്പോടെ തുറന്നു നോക്കി. 2 വരകളിൽ അവൻ്റെ കണ്ണുടക്കി. തൻ്റെ പൊന്നോമന വരാൻ പോകുന്നതിൻ്റെ ആദ്യ തെളിവ്. അവൻ്റെ കൈകൾ വിറച്ചു, കണ്ണു നിറഞ്ഞു. അപ്പോഴേക്കും പിന്നിലൂടെ വന്ന് ഗൗരി അവനെ പുണർന്നു. അർജുൻ അവളെ തിരിച്ചു നിർത്തി തെരുതെരെ മുഖം മുഴുവൻ ചുംബിച്ചു. ഒടുവിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ അരയിൽ നിന്നും സാരിത്തുമ്പ് മാറ്റി അവിടെ ചുണ്ടമർത്തി. ഗൗരി അവൻ്റെ തലയിലൂടെ തലോടി. ഗൗരി, ഞാനൊരു അച്ഛനാകാൻ പോകുന്നു അല്ലേടി? എനിക്കറിയില്ലടി, സന്തോഷം കൊണ്ട് നെഞ്ച് വിങ്ങിപ്പോകുന്നു. ഗൗരി അവനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. കുഞ്ഞിൻ്റെ അച്ഛൻ കരയരുത്, കരഞ്ഞാ കുഞ്ഞിക്ക് സങ്കടമാവട്ടോ, ഗൗരി കുറുമ്പോടെ പറഞ്ഞപ്പോൾ അർജുൻ കണ്ണു തുടച്ച് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാനിപ്പോൾ എന്താ ചെയ്യുക? നിനക്ക് എന്താ വേണ്ടത്? പറ പെണ്ണേ. ഒന്നും വേണ്ട, എൻ്റെ അരികിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി. മധുരമൊക്കെ അമ്മ എന്നെ കഴിപ്പിച്ചു. ഞാൻ കുളിച്ചിട്ട് വരാം, പിന്നെ താഴേക്ക് കടത്താൻ മാറ്റാം. എൻ്റെ അർജുൻ, ഇതൊന്നും ഇപ്പോൾ വേണ്ടെന്നേ. കുറച്ച് മാസം കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട് തോന്നുക. അതൊന്നും വേണ്ട, പണ്ടത്തെ സ്റ്റെപ്പാണ്. എനിക്ക് പേടിയാടി. പെണ്ണെ, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി. അർജുൻ തന്നെ ധനനെയും ദേവിയെയും വിളിച്ചു പറഞ്ഞു. മാഷിന് ഒരുപാട് സന്തോഷമായി. യാത്ര ചെയ്യേണ്ട, അങ്ങോട്ട് വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞപ്പോൾ അർജുൻ സമാധാനിപ്പിച്ചു. ധനൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. പിറ്റേന്ന് തന്നെ അർജുൻ ഗൗരിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് ഒന്നുകൂടി ഉറപ്പാക്കി. 2 ആഴ്ച വളർച്ച ഉണ്ടായിട്ടേ ഉള്ളൂ. BP ലോ ആയതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. വിറ്റാമിൻസ് ടാബ്ലറ്റ്സ് എഴുതി കൊടുത്തു. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറഞ്ഞു. പോകുന്ന വഴി ഒരു ലോഡ് ഫ്രൂട്ട്സ് വാങ്ങുന്നവനെ കണ്ട് ഗൗരി തലയിൽ കൈവച്ചുപോയി. പിന്നെ കുറേ ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വാങ്ങി. എൻ്റെ അജൂട്ടാ, ഇതെല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് തിന്ന് നിൽക്കുന്നത് എങ്ങനെയാ? ഒന്നിച്ച് കഴിക്കണ്ട, കുറച്ച് കഴിച്ചാൽ മതി. ഈ ഫ്രൂട്ട്സ് ഒന്നും ഇരിക്കില്ല, കേടാവും. അർജുൻ്റെ മുഖം വീർത്തു. ഗൗരി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് മിണ്ടാതെ ഇരുന്നു. അവർ നേരെ പോയത് മേലേടത്തേക്കായിരുന്നു. മേലേടത്ത് വന്നപ്പോൾ വസുന്ധര ആരതി ഒഴിഞ്ഞാണ് അവരെ സ്വീകരിച്ചത്. ദേവി അവർക്കായി പായസം ഉണ്ടാക്കി വെച്ചിരുന്നു. അംബിക ചേച്ചി ഉള്ളത് കൊണ്ട് ഗൗരിയെ നോക്കാൻ ആളുണ്ടല്ലോ, അല്ലെങ്കിൽ അർജുന് ബുദ്ധിമുട്ടില്ലായിരുന്നോ? വസുന്ധര പറഞ്ഞപ്പോൾ അർജുൻ തലയാട്ടി. അപ്പച്ചി, അമ്മ അറിഞ്ഞോ? ഗൗരി വിഷമത്തോടെ ചോദിച്ചു. അറിഞ്ഞു, പക്ഷേ അവിടെ അതൊന്നും ഒരു വിഷയമേ അല്ല. ദേവിക്ക് വിശേഷമുണ്ടെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആവുമ്പോൾ പറയാൻ പറഞ്ഞു ഫോൺ വെച്ചു. ഇങ്ങനെയുണ്ടോ അമ്മമാർ? വസുന്ധര ദേഷ്യത്തോടെ പറഞ്ഞു. ഗൗരിയുടെ നെഞ്ച് നീറി. അത് കണ്ട് അർജുൻ അവളെ ചേർത്ത് പിടിച്ചു. ഗൗരിക്ക് ഞങ്ങളില്ലേ, അതുപോലെ ധനൻ പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചു. ഗൗരി മാഷിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. പെട്ടെന്ന് അകന്നു മാറി. അച്ഛന് വേദനയെടുത്താലോ? എൻ്റെ കുട്ടിയുടെ വേദനയൊക്കെ മാറും കേട്ടോ, അദ്ദേഹം അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. 5-ാം മാസം മുതൽ മറ്റേണിറ്റി ലീവ് കിട്ടും. അതുവരെ സ്കൂളിലേക്ക് പോകാമെന്ന് ഗൗരി പറഞ്ഞു. ഡോക്ടറിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് ഗൗരി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. അർജുൻ വലിയ ടെൻഷനോടെയാണ് നിന്നത്. ഗൗരിയുടെ നിശ്ചയദാർഢ്യം കാരണം ആദ്യ ശ്രമത്തിൽ തന്നെ അവൾ 8 മെച്ചമെടുത്തു. ആദ്യത്തെ സ്കാനിങ്ങിന് അവൾക്കൊപ്പം അംബികയും അർജുനും കൂടിയാണ് പോയത്. കമ്പനിയുടെ കാര്യങ്ങൾ പൂർണ്ണമായും ധന്യയും ദേവികയും ഏൽപ്പിച്ചിട്ട് അർജുൻ ഗൗരിക്കൊപ്പം നിന്നു. അംബികയെ പോലെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ അവനായിരുന്നു അവളുടെ മുടിയിലൊക്കെ എണ്ണ തേച്ചു കൊടുത്തത്. അങ്ങനെ ഗൗരിയുടെ പിറന്നാൾ ദിവസം അർജുൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അവൾക്ക് സേഫായി പോകാനും വരാനും വേണ്ടി ഹോണ്ടയുടെ സ്വിഫ്റ്റ് ആയിരുന്നു. ഗൗരിയുടെ ഫേവറേറ്റ് കളറായിരുന്ന നേവി ബ്ലൂ.
പക്ഷേ റോഡിലിറങ്ങാൻ അവൾക്ക് കുറച്ച് പേടിയായിരുന്നു. 2 ദിവസം അർജുൻ അവളുടെ കൂടെയിരുന്ന് ഊർജം കൊടുത്തു. അതോടെ ഗൗരിക്കൊരു ആത്മവിശ്വാസമൊക്കെ വന്നു. അങ്ങനെ സ്കൂളിൽ പോയ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് കാറിൽ കയറി ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എതിർവശത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് നോക്കി നിൽക്കുന്ന ആര്യനെ അവൾ കണ്ടിരുന്നു. ഗൗരി കാറിൽ വരുന്ന കാര്യം അവൻ അറിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം ആര്യൻ കാണാതെ കാർ ഓടിച്ചുപോയി. രാത്രിയിൽ എന്തോ ആലോചിച്ച് ബാൽക്കണിയിൽ നിൽക്കുന്ന ഗൗരിയുടെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് അർജുൻ അവളുടെ ചുമലിൽ മുഖമമർത്തി നിന്നു. എന്തു പറ്റി എൻ്റെ ഗൗരിക്കുട്ടിക്ക്? അവളെ തിരിച്ചു നിർത്തി അർജുൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആര്യൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അർജുൻ. അത് കേട്ട് അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ വീണ്ടും വന്നോ? കിട്ടിയതൊന്നും പോരെ അവന്? ഞാൻ കാറിലാണ് വരുന്നതെന്ന് അവൻ അറിയില്ല. സ്കൂളിലേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യില്ല. ഞാൻ കാവലുണ്ട് എൻ്റെ കൃഷ്ണയ്ക്ക്. അവളുടെ അർജുൻ അവളെ ആശ്വസിപ്പിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി നിന്നു. അർജുൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടുകയായിരുന്നു. നഷ്ടങ്ങൾ പലതും ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് അറിയാതെ അണിയറയിൽ ചതുരംഗക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്കുള്ള ഛർദിയും ക്ഷീണവും ഒഴിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഗൗരിക്കുണ്ടായിരുന്നില്ല. അർജുൻ അവൾ പോകാനിറങ്ങുമ്പോൾ പിന്നാലെ ഇറങ്ങുമായിരുന്നു. അങ്ങനെ പലവട്ടം ആര്യനെ അർജുൻ കണ്ടു. ഒരിക്കൽ വഴിയിൽ വെച്ച് അർജുൻ ആര്യനെ പൊക്കി. ഇരുവരും പോരുകോഴികളെ പോലെ പരസ്പരം നോക്കി നിന്നു. ആര്യൻ, നീ എന്തിനാണ് ഇപ്പോഴും ഗൗരിയുടെ പിന്നാലെ നടക്കുന്നത്? അവൾക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ, ഒപ്പം അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ. അർജുൻ പകപ്പോടെ അവനെ നോക്കി. ഗൗരിയെ വേണമെന്ന് കരുതി തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത്, നിന്നോടുള്ള അടങ്ങാത്ത പകയും. പക്ഷേ യാദൃശ്ചികമായാണ് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയത്, അവിടുന്ന് RCCയിലേക്കും. അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു, അർജുൻ, ജീവിതമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെന്ന്. ഒരു കടുകുമണിയുടെ ആയുസ് മാത്രമേ ഉള്ളൂ അതിന്. അവിടെ വേദന അനുഭവിക്കുന്ന മുഖങ്ങളേ ഉള്ളൂ. നാളെ ജീവിക്കാൻ കഴിയുമെന്ന് പോലും പ്രതീക്ഷയില്ലാതെ നിർജീവമായ കുറേ മനുഷ്യർ. അന്നു മുതൽ ആര്യൻ പുതിയൊരു മനുഷ്യനാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങളുടെ ശത്രുവായി ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. ആര്യനെ വിശ്വസിക്കാനാകാതെ അർജുൻ അവനെ നോക്കി നിന്നു. പക്ഷേ അവൻ്റെ കണ്ണുകൾ അവൻ പറയുന്നത് സത്യമാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അർജുൻ, നിനക്ക് ചുറ്റും ഒരു ചക്രവ്യൂഹം ഒരുങ്ങുന്നുണ്ട്. ശത്രുക്കൾ അറിയാതെ പോലും അതിൽ പെട്ടുപോകരുത്. നിന്റെ അച്ഛനും അമ്മയും സാധാരണ ആക്സിഡൻറ്റിൽ മരിച്ചതല്ല, കൊന്നതാണ്. കരുതി കൂട്ടി നടത്തിയ കൊലപാതകമായിരുന്നു അത്. അർജുൻ ഒരു നടുക്കത്തോടെ അവനെ നോക്കി. അയ്യ, നീ പറഞ്ഞത് സത്യമാണോ? എൻ്റെ അച്ഛനും അമ്മയും? അർജുൻ തളർച്ചയോടെ കാറിൽ ചാരി നിന്നു. ആര്യൻ വേദനയോടെ അവനെ നോക്കി. അതെ, കാലാകാലങ്ങളായി സ്വത്തിനു വേണ്ടി നടത്തുന്ന കുരുതി. പാണ്ഡവരുടെ രാജ്യവും സമ്പത്തും തട്ടിയെടുക്കാൻ ചൂതാട്ടം നടത്തി പത്നിയെ അപമാനിച്ച് അവരെ വനവാസത്തിനയച്ചു. എല്ലാം സ്വത്തിനു വേണ്ടിയായിരുന്നില്ലേ? ഇവിടെയും അതുതന്നെയാണ് അർജുൻ. ഗൗരിയുടെ പേര് കൃഷ്ണയാണ്, ദ്രൗപദിയുടെ നാമം. അവൾ വലിയ സദസ്സിൽ അപമാനിക്കപ്പെട്ടവളാണ്, പുത്രന്മാരെ നഷ്ടപ്പെട്ടവളാണ്. ഗൗരിയെ നിനക്ക് വീണ്ടും ഒരു പാഞ്ചാലിയാക്കണോ അർജുൻ അവനെ പകപ്പോടെ നോക്കി. മാസങ്ങൾക്ക് മുൻപ് നിനക്കുണ്ടായത് സാധാരണ ആക്സിഡൻ്റ് അല്ല, അതും നിന്നെ കൊല്ലാൻ വേണ്ടി നടത്തിയതാണ്. ധനനെയും ദേവികയും നീ കമ്പനിയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നീ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതെല്ലാം നിനക്ക് നഷ്ടപ്പെടുമായിരുന്നു. നിനക്ക് ചുറ്റും ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ശത്രുക്കൾ എന്നെ സമീപിച്ചത്. ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്നല്ലേ? ആര്യ, എൻ്റെ ഗൗരി, എൻ്റെ കുഞ്ഞ്, എനിക്കവരെ നഷ്ടപ്പെടുത്താനാവില്ല. അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ജീവിക്കാനുള്ള ഏക പ്രതീക്ഷ, എൻ്റെ അനാഥത്വം മറയ്ക്കാനുള്ള വഴിയും അവരാണ്. ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല. തകർന്നു നിൽക്കുന്നവൻ്റെ ചുമലിൽ ആര്യൻ കൈവച്ചു. ധനൻ മാത്രമല്ല, നിന്റെ കൂടെ ഇനി ഞാനും ഉണ്ടാവും. ഇനിയും വിധിയെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കരുത് അർജുൻ. നിന്നെ അനാഥനാക്കിയവരോട് പകരം ചോദിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവർ നിന്നെ വാരിക്കുഴിയിൽ വീഴ്ത്തുമെന്ന് ഉറപ്പാണ്. ഒരിക്കലും നിന്റെ ശത്രുക്കൾ ഇപ്പോൾ അറിയരുത് ഗൗരിയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞുണ്ടെന്ന്. അവർ ആദ്യം കരിക്കൾ നീക്കുന്നത് ആ വഴിക്കായിരിക്കും. ആരാണ് അര്യൻ ആ ശത്രുക്കൾ? ബന്ധുക്കൾ. ചേറാട്ട് തറവാട് തന്നെ, നിന്റെ മുത്തശ്ശിയുടെ കുടുംബം. ചെറിയച്ഛനെന്നും മാമനെന്നും പറഞ്ഞ് ഇടയ്ക്ക് വരാറില്ലേ കുറേ എണ്ണം? അവരും അവരുടെ പുത്രന്മാരും, കൂടെ ശകുനിയായി ചേറാട്ട് പിള്ളയും, നിന്റെ മുത്തശ്ശൻ്റെ അനിയൻ. ആര്യൻ പറയുന്നത് കേട്ട് അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ആര്യൻ കുറേ വോയിസ് മെസ്സേജുകളും വീഡിയോസും അർജുന് കൊടുത്തു. അർജുൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലപാതകം പറയുന്നതാണ് ഒരു വീഡിയോ. അർജുൻ പൊട്ടിക്കരഞ്ഞു പോയപ്പോൾ ആര്യൻ അവനെ ചേർത്ത് പിടിച്ചു. ഏതാപത്തിലും കൂടെ ഉണ്ടാകുമെന്ന പോലെ. ധനനും ദേവിയും കോവിലകത്തുണ്ടായിരുന്നു. അർജുനൊപ്പം ആര്യനും
നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ എല്ലാവരോടും തുറന്നു പറഞ്ഞു. ആര്യൻ്റെ മാറ്റം ആദ്യം ധനൻ വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് മനസ്സിലായി അവൻ ശരിക്കും മാറിയെന്ന്. ഗൗരിയോട് ആര്യൻ മാപ്പ് പറഞ്ഞു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഞാവൽപ്പഴം അവൻ കൊണ്ടു കൊടുത്തിരുന്നു. ഒന്നിനെയും വെറുതെ വിടരുത് അർജുൻ. എല്ലാത്തിനെയും കൊണ്ട് കണക്ക് പറയിപ്പിക്കണം. തൽക്കാലം ആര്യൻ അവരിൽ ഒരാളായി തന്നെ തുടരണം. എങ്കിലേ അവരുടെ നീക്കങ്ങൾ നമുക്കറിയാൻ സാധിക്കൂ, ധനൻ പറഞ്ഞു. ഈ വീഡിയോസൊക്കെ ഞാൻ ഹിഡൻ ക്യാമറ വെച്ചെടുത്തതാണ്. വേണമെങ്കിൽ ഇത് തെളിവായി കൊടുത്ത് നിയമപരമായി പോകാം. പക്ഷേ കോടതിയിലെത്തുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിടുക തന്നെ ചെയ്യും, ആര്യൻ ഗൗരവത്തോടെ പറഞ്ഞു. എൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയവരെ അങ്ങനെ സ്വസ്ഥമായി ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരു നിയമത്തിന് മുന്നിലും അവരെ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ നിയമം ഞാൻ നടപ്പാക്കും, അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു. അർജുൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇപ്പം നീ തനിച്ചല്ല, ഗൗരിയും കുഞ്ഞുമുണ്ട് നിനക്ക്, ആര്യൻ അവനെ ഓർമ്മപ്പെടുത്തി. 3 പേരും കൂടി മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് ദേവിയും ഗൗരിയും നോക്കുന്നുണ്ട്. എന്നാലും ചേച്ചി, ആര്യൻ ചേട്ടൻ ഇങ്ങനെ മാറുമോ? ദേവി സംശയത്തോടെ ചോദിച്ചു. കാലം എല്ലാവരിലും അനിവാര്യമായി മാറ്റം ഉണ്ടാക്കും ദേവി. ആര്യൻ്റെ മാറ്റം അഭിനയമല്ല. ആയിരുന്നെങ്കിൽ ആ തെളിവുകൾ അവൻ കാണിക്കില്ലായിരുന്നു. എങ്കിൽ നന്നായി, 3 പേരും ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്, ദേവി പറഞ്ഞപ്പോൾ ഗൗരിയും അങ്ങോട്ട് നോക്കി. 3 പേരും കാര്യമായ സംസാരത്തിലാണ്. നാളുകൾ ഏറെ കൊഴിഞ്ഞുപോയി. ആര്യൻ ചേറാട്ടുള്ളവരുടെ വിശ്വസ്തനായി വന്നു. ആർക്കും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ അവരിൽ ഒരാളായി തന്നെ അർജുൻ അഭിനയിച്ചു പോന്നു. ഇതിനിടയിൽ ദേവിക്ക് കൂടി വിശേഷമുണ്ടായപ്പോൾ എല്ലാവരും ഇരട്ടി സന്തോഷത്തിലായിരുന്നു. ദേവിക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞപ്പോൾ ആര്യനെ അർജുൻ അവളുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവൻ്റെ കമ്പനിയിൽ അവസാനം കയറിപ്പറ്റി അല്ലേ? ചേറാട്ടുപിള്ള ആര്യനെ നോക്കി ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉള്ളിൽ അയാളോടുള്ള പക നുരഞ്ഞു പൊന്തുമ്പോഴും ചിരിയുടെ ആവരണം അണിഞ്ഞു നിന്നു ആര്യൻ. കരുക്കൾ നമുക്ക് അനുകൂലമായി നീങ്ങണമെങ്കിൽ അങ്ങനെ വേണമല്ലോ, ആര്യൻ പറഞ്ഞുകൊണ്ട് പിള്ളയെ നോക്കി. ചേറാട്ടുപിള്ള 80 വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും 50ൻ്റെ ഗാംഭീര്യമുണ്ട് അയാൾക്ക്. അയാളുടെ സഹോദരനായിരുന്നു അർജുൻ്റെ മുത്തശ്ശൻ. സ്വത്ത് വീതം വെച്ചപ്പോൾ തറവാടായ കോവിലകം പിള്ളയുടെ അച്ഛൻ അയാളുടെ മൂത്ത ചേട്ടൻ വാമനപിള്ളയ്ക്കാണ് എഴുതി കൊടുത്തത്. അന്നു മുതൽ അയാൾക്ക് പകയാണ്. സഹോദരൻ്റെ മകനെയും ഭാര്യയും വകവരുത്താൻ വരെ അയാൾക്ക് മടിയില്ലായിരുന്നു. കുറച്ചു മാസം മുൻപ് മൂത്ത മകനായ രാജേന്ദ്രനും അയാളുടെ അളിയൻ ശേഖരനും കൂടി ആണ് ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ സഹായത്തോടെ അർജുനെ ആക്സിഡന്റിലൂടെ വകവരുത്താൻ ശ്രമിച്ചത്. അർജുനൊന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. നിനക്ക് ആ പെണ്ണിനെയല്ലേ വേണ്ടത്? പക്ഷേ അവളുടെ വയറ്റിൽ കൊടുത്ത വിത്തിനെ ആദ്യം ഇല്ലാതാക്കണം. കാരണം കോവിലകത്തിന് ഒരവകാശിയും ഉണ്ടാകരുത്. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് ആര്യന് തോന്നിയത്. വേണ്ട, കൊച്ച് എനിക്കൊരു ബാധ്യതയില്ല, എൻ്റെ മോനായി വളരട്ടെ, ആര്യൻ പറഞ്ഞപ്പോൾ അതത്ര പിടിക്കാത്ത മട്ടിൽ പിള്ള അവനെ നോക്കി. എന്ന് ഞാൻ ഇറങ്ങുന്നു. ആര്യൻ പോകുന്നത് പോലെ പുറത്തിറങ്ങിയിട്ട് സൈഡിലൂടെ ജനലിൻ്റെ അടുത്ത് വന്നു നിന്നു. പിന്നെ കൊച്ച്, അവളെയും ആ കൊച്ചിനെയും കൂടി ഇല്ലാതാക്കണം. രണ്ടിനെ ഒന്നിച്ചു തീർക്കണം. അല്ലെങ്കിൽ നാളെ ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശം പറഞ്ഞ് അവൾ വരും. ഇവനെ തൽക്കാലം പിണക്കാതെ കൂടെ നിർത്തണം.